ഡയാലിസിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് വേണ്ടി ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നു. വടക്കാഞ്ചേരിയുടെ 10 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരും മുളങ്ങുന്നത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡയാലിസിസ് സെന്ററിൽ ചികിത്സ നടത്തുന്നവരുമായ രോഗികൾക്കാണ് ഈ സേവനം ലഭ്യമാവുക. ആക്സ് സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് പുതിയ സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ് ആംബുലൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജൂലൈ 10 രാവിലെ 10 മണിക്ക് ഓട്ടുപാറ ഡെലീസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ള യോഗം ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS ഡയാലിസിസ് കെയർ ആംബുലൻസിന്റെ സമർപ്പണം നടത്തും. തൃശൂർ മേയറും ആക്സ് ജനറൽ സെക്രട്ടറിയുമായ ശ്രീ MK വർഗീസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ, കൗൺസിലർ ശ്രീ വൈശാഖ് നാരായണസ്വാമി, KVVES ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുക്കും. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ ശ്രീ TD ഫ്രാൻസിസിനെയും ശിവപ്രസാദിനെയും ഈ യോഗത്തിൽ ആദരിക്കും. ജൂലൈ 10 വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് വടക്കാഞ്ചേരിയിലേക്ക് ഒരു അനുഗ്രഹം പറന്നിറങ്ങുന്ന ദിവസമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ഡയാലിസിസ് ആവശ്യമുള്ള രോഗികളെ വീടുകളിൽ നിന്നും കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ച് അവിടുന്ന് ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തന്നെ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആരംഭിക്കുന്നത്. കൊച്ചേഴ്സ് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഈ ആവശ്യം പറഞ്ഞപ്പോൾ അവർ ഉടൻ തന്നെ ഒരു ആംബുലൻസ് അനുവദിക്കുകയും അതിനുള്ള സാമ്പത്തികം അയച്ചിടുകയും ചെയ്തു. അത് പ്രകാരം ഒരു പുതിയ വണ്ടി വാങ്ങുകയും അത് ഞങ്ങൾ ട്രയൽ റൺ നടത്തി നോക്കിയപ്പോൾ വളരെയധികം ആവശ്യക്കാർ ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലായി. അത് നാടിന് സമർപ്പിക്കുന്ന സുദിനമാണ് ഈ 10 ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആക്സിന്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹമാണ് ഉദ്ഘാടനത്തിന് എത്തുന്നത്. തത്സമയം അവിടെ സന്നിഹിതരാകുന്നത് തൃശൂർ മേയർ വർഗീസ് സാറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, സുരേന്ദ്രൻ വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങിയ വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വടക്കാഞ്ചേരിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സർവീസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഡയാലിസിസ് പേഷ്യൻസിനെ കൊണ്ടുപോയി ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി. ഇത് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവില്ല. ധാരാളം ആൾക്കാർ ഇത് ഇവിടെയുണ്ട്. ഒരു പദ്ധതി സംസ്ഥാനത്ത് ആദ്യം തന്നെ തുടങ്ങുന്നതായതുകൊണ്ട് ഒരു രീതി കണ്ടുപിടിക്കാനായിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഏകദേശം ഒരു മാസം 50,000 രൂപയോളം ചിലവുണ്ട്. ഒരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 10 രൂപ എന്ന് വെച്ചാൽ മാസം 300 രൂപ സംഭാവന ചെയ്യുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ആ പദ്ധതിയിലേക്ക് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ പൊതുജനങ്ങളിൽ നിന്നും ഒരു സഹകരണം ഉണ്ടാവണമെന്നും എല്ലാവരും അതിന് ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി ഉണ്ടാവണമെന്നും എല്ലാവരോടും ഈ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു. 10 മണിക്ക് ഡൽഹിയിൽ വെച്ചിട്ട് നമ്മൾ ആക്സിൻ്റെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദിന് ആക്സ് ഭദ്രപദം പുരസ്കാരം നൽകുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഏകദേശം 50 കോടി രൂപയാണ് വ്യാപാരികൾക്ക് ഒരു വ്യാപാരി മരണപ്പെട്ടാൽ 10 ലക്ഷം 5 ലക്ഷം എന്നുള്ള ഭദ്രം പ്ലസ് എന്ന പദ്ധതിയിലുണ്ട്. അതുപ്രകാരം 50 കോടി രൂപ ഇവിടെ വ്യാപാരികൾക്ക് നൽകി കഴിഞ്ഞു. കൂടാതെ ഇപ്പം ഇൻഷുറൻസ് പദ്ധതി എല്ലാ കടകളെയും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കടകളും വളരെ ചെറിയ രീതിയിൽ ഇൻഷുറൻസ് എമൗണ്ട് കൊടുത്തുകൊണ്ട് ഇൻഷുർ ചെയ്യുന്നൊരു പദ്ധതി അദ്ദേഹം രൂപീകരിച്ചു. കൂടാതെ ഇപ്പം മെഡിക്ലെയിം എന്ന ഒരു പദ്ധതി മറ്റേത് ഇൻഷുറൻസ് കമ്പനി നടത്തുന്നതിനേക്കാൾ പകുതി സംഖ്യയ്ക്കാണ് ഇപ്പം ഇൻഷുറൻസ് പദ്ധതി മെഡിക്ലെയിം അദ്ദേഹം നടപ്പാക്കുന്നത്. ഇങ്ങനെ വിവിധ രീതിയിൽ ഒട്ടേറെ സേവനങ്ങൾ വ്യാപാരികൾക്ക് വേണ്ടി ചെയ്ത അദ്ദേഹത്തിന് ആക്സ് ഭദ്രപദം പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. കൂടാതെ ആക്സിൻ്റെ മെമ്പേഴ്സിൻ്റെ മക്കൾക്ക്
SSLC +2 അതേമാതിരി കലാകായിക രംഗത്ത് പ്രാഗൽഭ്യം തെളിയിപ്പിച്ച വിദ്യാർത്ഥികൾക്കും അന്നേ ദിവസം പുരസ്കാരം നൽകുന്നുണ്ട്. കൂടാതെ പത്രമാധ്യമ ഓൺലൈനിലും അതുമാതിരി തന്നെ പത്രത്തിലും അവാർഡ് ജേതാക്കളായ ഫ്രാൻസിസിനും ശിവപ്രസാദിനും ആദരിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ആംബുലൻസിൻ്റെ സേവനം വടക്കാഞ്ചേരി ചുറ്റുവട്ടത്ത് 10 കിലോമീറ്ററിനുള്ളിലുള്ള ഡയാലിസിസ് രോഗികൾക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വടക്കാഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലും നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്, അത്താണി മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു.